സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ഇപ്പോൾ പഴയ കാലഘട്ടത്തെ നോക്കുകയാണെങ്കിൽ പിന്നെ ബാർട്ടർ സമ്പ്രദായമുള്ള സമയത്താണെങ്കിൽ ആളുകൾ സാധനം വാങ്ങിക്കുന്നത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. അവരുടെ ബേസിക് നീഡ്സ് കാറ്റർ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫുഡായിരിക്കും, അല്ലെങ്കിൽ ക്ലോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഷെൽട്ടർ ആയിരിക്കും, അല്ലേ? അവിടെ നിന്നൊക്കെ വന്ന് നമ്മൾ ഭയങ്കര ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തി വാങ്ങുകയും ഒരുപാട് സ്റ്റഡീസ് നടത്തി വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും വാങ്ങിക്കുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? അതിൻ്റെ സൈക്കോളജി. വൈ ഡു പീപ്പിൾ ബൈ? നോർമലി ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കടയിൽ ഇടിച്ചു കയറണതാണ്. അതെ, അതായത് വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തും വാങ്ങും. അത് ഒരു മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജിയുടെ ഭാഗമാണ്. അതെ, വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങും. പ്രൈസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റിന് നിങ്ങൾ വില കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരത് വാങ്ങും. അതേസമയം പ്രൊഡക്റ്റിന് വില കുറച്ച് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ വേറൊരാൾ വന്നിട്ട് അതിലും വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവിടെ ഇരിക്കും. അതെ, ഇത് പോകും. പ്രൈസ് കുറച്ച് ഒരു നല്ല സ്ട്രാറ്റജി അല്ല. പക്ഷെ നമുക്ക് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കുറവ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ ഓഫറുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല. ഓഫറിൻ്റെ പോവില്ല. അത് എന്താ പറ്റി വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ചുകൂടിയൊക്കെ ഒരു 5-10 കൊല്ലമൊക്കെ മുന്നേ ഓഫറിൻ്റെ സ്ഥലത്ത് ഞാൻ എപ്പോഴും ഓഫർ ഉണ്ടെങ്കിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തി ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഓഫറിലത് പോയിട്ട് വാങ്ങിക്കുന്നതൊക്കെ മിക്കവാറും എനിക്ക് ആവശ്യമില്ലാത്തതായിരിക്കും ശരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കളിയാക്കും. അവളെനിക്ക് ഓഫറിൻ്റെ ഇതൊക്കെ എന്നോട് പറയാം, നിങ്ങൾക്ക് ഓഫർ ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ പോലില്ല എന്ന് പറയും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവാം, ആവശ്യമില്ലാതിരിക്കാം. ബട്ട് പീപ്പിൾ സ്റ്റിൽ ബൈ. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സെലക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല സെലക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ ആൾക്കാരെ വൈ ആമസോൺ ഈസ് സ്റ്റിൽ നമ്പർ 1. അതെ, വൈ പീപ്പിൾ യൂസ് നെറ്റ്ഫ്ലിക്സ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെലക്ഷനാണ്, വൈഡ് വെറൈറ്റിയാണ്. ഇപ്പോൾ ആമസോണിലൊക്കെ പോയിട്ട് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ലിസ്റ്റാണ് വരിക. അതെ, പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് പ്രൈസുകൾ, ഒരുപാട് സെലക്ഷൻസ് കിട്ടും. അപ്പോൾ ഈ സെലക്ഷൻസ് കൂടുമ്പോൾ ആൾക്കാർ വാങ്ങുന്ന ഒരു ഇതുണ്ട്. മോഡേൺ സ്റ്റോറിൽ പോയി അവിടെ പോയപ്പോൾ ഞാൻ ഏതാണ്ട് 8 തരം ആപ്പിളാണ് കണ്ടത്. എൻഡ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ വരും, അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സൈക്കോളജി. അല്ലെങ്കിൽ ഒരു പീപ്പിൾ വൈ ബിക്കോസ് ഓഫ് ദ സെലക്ഷൻ. പിന്നെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി നല്ല ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് 10 രൂപ കൂടുതൽ തന്നിട്ട് ആൾക്കാർ വാങ്ങും. ഷൂസ്. അതെ അതെ. ഇപ്പം ഞാൻ വാങ്ങിച്ചത് മിലാനോയുടെ ഒരു ഷൂ ആണ്. കുറച്ച് ഇപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്, നോർമൽ റേഞ്ചിൽ. പക്ഷെ ഇപ്പം 3ാമത്തെ കൊല്ലം ഞാനത് അതാണ് ഇപ്പോഴും പോളിഷ് ചെയ്ത പുതിയ ഷൂ പോലെ ഇരിക്കും. അതാണ് ക്വാളിറ്റിയുടെ ഗുണം. മാത്രമല്ല കംഫർട്ടും ആയിരിക്കും. നിങ്ങൾക്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നടക്കുക, കാലുവേദനിക്കാതെ നടക്കുക. എക്സാക്ട്. ഷൂ ഒക്കെ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കാൻ. അതെ. അപ്പോൾ ഈ ഷൂ ആൾക്കാർ അങ്ങനെ അതിൽ പെട്ടാണ്. ക്വാളിറ്റിയിൽ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അതെ. അതുപോലെ തന്നെ കൺവീനിയൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ ഇപ്പോൾ രാത്രി പോയി നമുക്ക് ഭക്ഷണമില്ല, നമ്മൾ അവിടെ പോയിട്ട് അവരുടെ ലോബിയിൽ തന്നെ പോയിട്ട് നമ്മൾ അവരുടെ മെനു എടുത്ത്, അല്ലെങ്കിൽ അവരുടെ എന്താണ് നെക്സ്റ്റ് അവൈലബിൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ സൊമാറ്റോ അവിടെ എടുത്ത് നമ്മൾ അവിടെ കൺവീനിയൻ്റ് നോക്കുക. നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്, പെട്ടെന്ന് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി നമ്മൾ അവിടെ കയറി ഒരു സാൻഡ്വിച്ച് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് നമ്മൾ അവിടെ കൺവീനിയൻസ് ആണ് നോക്കുന്നത്. അവിടെ ചിലപ്പോൾ 2 ഇരട്ടി 3 ഇരട്ടി പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ കൺവീനിയൻസിന് എപ്പോഴും ആൾക്കാർ പീപ്പിൾ ആർ റെഡി ടു പേ ഫോർ കൺവീനിയൻസ്. വളരെ ഒരു റീസണാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഷർട്ട് അടിക്കാൻ പോകുന്നത് ഒരാളെടുക്കും. കാരണം എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. തുണി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളെനിക്ക് വേണ്ടത് അടിച്ചു തരും. നിങ്ങളുടെ സംതൃപ്തിക്ക് അനുസരിച്ച്. അതെ, അല്ല വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൊക്കക്കോളമ്മ നമ്മൾ പേര് എഴുതിയിട്ട് നമുക്ക് തരുവാണെങ്കിൽ ദിസ് ഇസ് മൈ ഡ്രിങ്ക് എന്നുള്ളൊരു ദിസ് ഇസ് മൈ പ്രോഡക്റ്റ്. അതെ അതെ. അപ്പോൾ ഒരു പേഴ്സണലൈസേഷൻ. നമ്മൾ ഈവൻ മുടി വെട്ടുന്ന ആളെടുത്താലും നമ്മൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഒരാളെടുത്തിട്ട് പോകും. ഇതിലേ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. നമ്മളൊരു സ്റ്റോറിൽ പോകുമ്പോൾ ചില ആളുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാവില്ല. അയാൾ ഇപ്പോൾ ഞാനൊരു സ്റ്റോറിൽ പോയി ആദ്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് പിന്നെ വേറെ സ്ഥലത്ത് പോയി പിന്നെ ഞാനൊരു 5 പ്രാവശ്യം അത് ചെയ്യുമ്പോൾ പിന്നെ നോർമലി നമ്മൾ അങ്ങനെ തന്നെയല്ലേ ആയി വരിക അല്ലേ? നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടാവും. നമ്മൾ ആദ്യം ഏത് സെക്ഷനിലേക്കാണ് പോവുക, ഏത് റാക്ക്. അതേപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പോലും അങ്ങനെയാണ്.
ചില ആളുകള് Backing. ബാഗിൽ നിന്ന് സ്പോർട്സ് അത് സ്പോർട്സ് മൈൻഡ് ഉള്ളവർ അങ്ങനെ ചെയ്യാം. ചില ആളുകൾ ചരമ അത് ഓരോരുത്തരും മൈൻഡ് സെറ്റ് ഉണ്ട്. അതെ അതെ നിങ്ങൾ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളായ കാരണം നിങ്ങൾ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാനും പണ്ട് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് ആദ്യം അറിയേണ്ടത് സ്പോർട്സ് ന്യൂസ് ആണ്. എൻ്റെ ഫാമിലി മെമ്പർ അവള് ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചരമ ന്യൂസ് എനിക്ക് ഇഷ്ടപ്പെടില്ല. അവരതിലായിരിക്കും അവരുടെ ആശങ്കകൾ ഉണ്ടാവുക. ചില ഗുഡ് ന്യൂസ് ആയിരിക്കും, ചില ബാഡ് ന്യൂസ് ആയിരിക്കും. ഇതൊക്കെ സൈക്കോളജിയുടെ ഭാഗമാണ്. പേഴ്സണലൈസ്ഡ്. അപ്പൊ നമ്മള് വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ബിസിനസ്മാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വൈ പീപ്പിൾ ഡു ബൈ. ദർ ഈസ് എ 5 reasons. Number 1, pricing. Because of if it is cheap, if your prices are good, then people buy. പിന്നെ അതിന് ശേഷം വരുന്നത് സെലക്ഷൻ ആണ്, പിന്നെ വരുന്നത് ക്വാളിറ്റി, പിന്നെ വരുന്നത് കൺവീനിയൻസ്, അതിന് ശേഷം വരുന്നത് പേഴ്സണലൈസേഷൻ. അതെ, ഈ 5 റീസൺ കൊണ്ടാണ് ആൾക്കാർ മേടിക്കുന്നത്. അതെ, പിന്നെ പല റീസൺസും ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അടിയിലായി അതെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെയല്ല. അതെ, എക്സാക്ട്ലി ഈ കാറ്റഗറിയിൽ പെട്ടെന്നാണ് കേട്ടോ. അല്ലാതെ നമ്മള് ഇതിന്റെ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് മെയിൻ കാറ്റഗറീസ് ഇതാണെന്നാ പറഞ്ഞത്. ഈ കാറ്റഗറീസ് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതെ അതെ. അപ്പൊ ഇത് തന്നെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പല രീതികളിലേക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ പഠിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൂടിയിട്ട് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനിയും UAE മാർക്കറ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും സെയിൽസിനെ കുറിച്ചും ആയിട്ട് ഒരുപാട് വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇതിൽ പ്രത്യേകമായിട്ട് നാസർക്ക് പറയുന്ന ഒരു കാര്യം, എത്ര വർഷം UAE? ഞാനിപ്പോൾ 15 വർഷം. 15 വർഷത്തെ എക്സ്പീരിയൻസ്. അതെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഒരു 25-30 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ പരിശോധിച്ചിട്ടോ അല്ല നമ്മൾ കണ്ടന്റ് ചെയ്യാനാക്കുന്നത്. നമുക്ക് സെൻഡ് അനുസരിച്ചിട്ട് നമ്മളെ അറിവ്, നമ്മളുടെ പ്രാക്ടിക്കൽ അറിവ്. അതെ, നിങ്ങൾ ഈ ഫീൽഡിൽ ചെറിയ ലെവൽ തൊട്ടിട്ട് വലിയ ലെവൽ വരെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെ, അപ്പോൾ വലിയ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി നമ്മളായിട്ട് ഷെയർ ചെയ്യാം. അതെ, നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാം. മാത്രമല്ല ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മുടെ സെയിൽസും ബിസിനസ്സും മാത്രം ഡിസ്കസ് ചെയ്യുന്ന, അധികം ആക്റ്റീവ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണത്. അതെ അതെ, പല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വരും. നല്ല ബിസിനസ്സുകൾ നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. അതെ, ഈ ഫീൽഡ് എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അതിനെ റിസർച്ച് ചെയ്തിട്ട് കൺസൾട്ടേഷൻ. വീണ്ടും നല്ല വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.